സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ വീട്ടിൽ തിരിച്ചു വന്ന് ടെറസിൽ നിന്ന് രാധികയെ ഇന്ന് കണ്ടതും തൻ്റെ മനസ്സിലുള്ളതെല്ലാം രാധികയോട് പറഞ്ഞതൊക്കെ ഓർത്ത് ആകെ സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വരുണാണെങ്കിൽ പ്രിയങ്കയോട് ദേഷ്യപ്പെടുവാണ്. ഈ സമയം പ്രിയങ്കക്കും അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. പ്രിയങ്ക അങ്ങനെ വരുണിനോട് വഴക്കിടാൻ തുടങ്ങുവാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ മുമ്പിൽ നല്ല വെള്ള ചമഞ്ഞ് നടക്കുന്നില്ലേ? ഞാനൊന്ന് വാ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തീരും. ഈ സമയം കാൽപ്പന ഇവരെ മറഞ്ഞു നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇവർ വഴക്കിടുന്നത് കാണുമ്പോൾ ഇത് തന്നെയാ പറ്റിയ അവസരം, എങ്ങനെയെങ്കിലും മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കാഴ്ച കാണിക്കണം. അങ്ങനെ പറഞ്ഞ് കൽപ്പന അവിടെ നിന്ന് മുത്തശ്ശിയെ വിളിക്കാനായിട്ട് ഓടിപ്പോകുവാണ്. ഈ സമയത്തും പ്രിയങ്കയും വരണം ഭയങ്കര തർക്കമായിരിക്കും കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും കൂട്ടി കൽപ്പന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ച നോക്കും മുത്തശ്ശി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചൂണ്ടി നിൽക്കുവാണ് കേട്ടോ കൽപ്പന. അപ്പോൾ എന്ത് കാഴ്ചയായിരിക്കും മുത്തശ്ശി കണ്ടതെന്നറിയില്ല. പിന്നീട് കാണിക്കുന്നത് യശോദേനെയാണ്. അങ്ങനെ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളും രാധികം വരുണും തമ്മിലുള്ള അടുപ്പൊക്കെ കണ്ട് യശോദ ആകെ അസ്വസ്ഥയായിട്ടിരിക്കുവാണ് കേട്ടോ. അതിനെക്കുറിച്ച് കോർത്ത് നിൽക്കുമ്പോഴായിരിക്കും ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ യശോദ എന്തോ ഒരു കള്ളത്തരം ഒപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ യശോദ പെട്ടെന്ന് തളർന്നു വീഴുന്നത് പോലെ അവിടെ താഴെ വീഴുവാണ്. ഈ സമയം ഇത് കണ്ട് ദേവൻ അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. എന്നിട്ട് രാധികേനെയും അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും രാധികയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരിക. എല്ലാവരും യശോദയുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാതെ ടെൻഷൻ ആവുകയാണ്. ഈ സമയം ബോധമില്ലാതെ കിടക്കുവാണ് യശോദ. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്